വനിതാ സംവരണ ഭേദഗതി ബില്ല് നൂറ്റാണ്ടിലെ സുപ്രധാന തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് യാഥാർത്ഥ്യമാക്കുമെന്ന് നാരി ശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞു. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സഭയിൽ ഉണ്ടാകണമെന്ന് കാട്ടി ലോക്സഭാ എംപിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകി. വനിതാ സംവരണ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുമ്പോഴും ബില്ലുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ബില്ലിന്റെ ആവശ്യകതകളും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാരി ശക്തി വന്ദൻ സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2023 ഇത്തവണയും ബിൽ ഒറ്റക്കെട്ടായി പാസാക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 21वीं सदी के महत्वपूर्ण निर्णयों में से एक महत्वपूर्ण निर्णय ये है, ये निर्णय नारी शक्ति को समर्पित है. വനിതാ സംവരണത്തിലല്ല, മറിച്ച് മണ്ഡല പുനർനിർണയ വ്യവസ്ഥയിലാണ് പ്രതിപക്ഷം വിമർശനമുയർത്തുന്നത്. വനിതാ സംവരണത്തിനായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ തുല്യത ഉറപ്പാക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ പാർലമെന്റിൽ എത്തണമെന്ന് കാട്ടി ലോക്സഭാ എംപിമാർക്ക് കോൺഗ്രസ് 3 വരി വിപ്പ് നൽകി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.